നാരായണായ. ദശകം 6. ശ്ലോകം 1. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർദ്വദേശമഭിദേവദരസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലമത്ഭുതാത്മൻ. ശ്ലോകം 2. ജംഗേ തലാതലമധോസുതലം ജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഗനമംബരമംഗനാഭി ഭക്ഷശ്ച ചക്രനിലയസ്തവ ചക്രപാണി. ശ്ലോകം 3. ഗ്രീവാമഹസ്തവ മുഖം ജനതപസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം. ഏവം ജഗന്മയതനോ ജഗദാശ്രിതേര അന്യേ നിബന്ധവപുഷേ ഭഗവൻ നമസ്തേ. ശ്ലോകം 4. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ചന്ദാംസി കേശവഗനാസ്തവ കേശപാശാഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പശ്മാണി രാത്രിദിവസോ സവിധാ ച നേത്രേ. ശ്ലോകം 5. നിശേഷ വിശ്വരചനാ ച കടാക്ഷമോക്ഷഃ കർണോ ദിശോശ്യുഗളം തവ നാസികേ ത്വേ ലോഭത്രിഭേ ച ഭഗവസ്നതരോത്തരോഷ്ടൗ താരാഗണാശ്ച ദശനാശമനശ്ച ദംഷ്ട്രാം. ശ്ലോകം 6. മായാവിലാസസഹിതം ശുസിതം സമീരോ ജിഹ്വാജലം വദനമീശ ച ഹുന്തപങ്ക്തിഃ സിദ്ധാദയസ്വരഗണാമുഖരന്ധ്രമഗ്നിർദേവാഭുജാസ്തനയുഗം തവ ധർമ്മദേവഃ. ശ്ലോകം 7. പൃഷ്ടം സ്വധർമ്മ ഇഹ ദേവമനഃസുധാംശു അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിസമുദ്രനിവഹ വസനന്തു സന്ധ്യേ ശേഫ പ്രജാപതിരസോ വൃഷ്ണോ ജമിത്ര. ശ്ലോകം 8. ശ്രോണീതലം മൃഗഗണാപദയോർനകാസ്തേ അസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനം തു കാലഃ വിപ്രാദിവർണഭവനം വദനാം ച ബാഹു ചാരൂരുയുഗ്മചരണം കരുണാംബുദേ തേ. ശ്ലോകം 9. സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തേ കുലാനി ശൈലാഃ നാട്യേ സരിസമുദയസ്തരവശ്ചയോമാം ജീയാദിദം വഭൂരനിർവചനീയമീശ. ശ്ലോകം 10. ഈദൃക് ജഗന്മയ വപുസ്തവ കർമ്മവാചാം കർമാവസാനസമയേ സ്മരണീയമാഹു തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാദിവ നമോസ്തു നിരുന്തിരോഗാൻ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമസ്തേ. ശ്രീമദ് നാരായണീയത്തിലെ 5-ാമത്തെ ദശകമാണ് കഴിഞ്ഞ തവണ അവസാനിപ്പിച്ചത്. അതിൽ ഭഗവാന്റെ വിരാട് സ്വരൂപത്തെ പറ്റിയാണ് വിശദീകരിച്ചത്. പൂർണ്ണമായ വിരാട് സ്വരൂപം. അപ്പോൾ ഈ 6-ാമത്തെ ദശകത്തിൽ ആ വിരാട് സ്വരൂപത്തിൽ ഭഗവാന്റെ ഓരോ അവയവങ്ങൾ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു, പ്രപഞ്ചത്തിൽ ഏത് പദാർത്ഥവുമായിട്ടാണ് ബന്ധപ്പെടുന്നത് എന്നതിനെ പറ്റിയുള്ള, അതുപോലെ ഏത് ലോകങ്ങളിലാണ് വ്യാപിച്ചിരിക്കുന്നത് തുടങ്ങിയ വിശദമായ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ അധ്യായത്തിൽ, ഈ ദശകത്തിൽ പറയാൻ പോകുന്നത്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഭഗവാന്റെ സ്വരൂപം ഇപ്പോൾ മനുഷ്യരൂപമാണ്. അതാണ് ദൈവത്തെ നമ്മൾ മനുഷ്യരൂപത്തിലാണ് കാണുന്നത്. പലരും ചോദിക്കും, ദൈവം
എങ്ങനെയാണ് മനുഷ്യരൂപത്തിൽ വരിക എന്നുള്ളത്. വിരാട് സ്വരൂപം എന്ന് പറയുന്നത് മനുഷ്യരൂപത്തിലാണ്. ആദ്യം തന്നെ ഏത് രൂപത്തിൽ വേണം പ്രപഞ്ചത്തിൽ അവതരിക്കാൻ എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. അതിൽ പല രൂപത്തിലും, പല മൃഗരൂപത്തിലും അതുപോലെ പലതിലും രൂപങ്ങൾ കണ്ടുവെങ്കിലും അതിലൊന്നും ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മനുഷ്യരൂപം കണ്ടപ്പോഴാണ് ഈ രൂപത്തിലാണ് ഞാൻ പ്രപഞ്ചത്തിലുണ്ടാവുക എന്ന് പറയും. അപ്പോൾ മനുഷ്യജന്മത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു. ദൈവം പോലും മനുഷ്യരൂപത്തിലാണ് അവതരിക്കാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ശരീരം ദൈവീകമായ ശരീരവും കൂടിയാണ് എന്ന ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ശ്ലോകം, 6-ാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ ഈശ ഏവ ചതുർദശ ജഗന്മയതാം ഗതസ്യ തവ, സർവീശ്വര, ഈ രീതിയിൽ 14 ലോകങ്ങളായി പരിണമിച്ചിരിക്കുന്ന അങ്ങയുടെ പാദതലം പാതാളം വദന്തി ദേവ, ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദതലത്തെ, കാലിൻ്റെ അടിഭാഗത്തെ പാതാളം എന്ന് പറയുന്നു. തേ പാദോർദ്ധേശം അഭിരസാതലം, അങ്ങയുടെ പുറവടി, കാലിൻ്റെ മേൽഭാഗം രസാതലമെന്നും. അദ്ഭുതാത്മൻ, അദ്ഭുത രൂപത്തോടുകൂടിയവനെ, ഗുൽഫദ്വയം, 2 കാൽ നെരിയാണികൾ, മഹാതലം ഖലു, മഹാതലം എന്ന് പറയുന്നു. ഈ 14 ലോകങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന ഭഗവാന്റെ രൂപമാണിപ്പോൾ. നമുക്ക് ഓരോ ലോകത്തിലും ഭഗവാന്റെ ഏതൊക്കെ അവയവങ്ങളാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതിൽ ഭഗവാന്റെ കാലടി, കാലിൻ്റെ അടിഭാഗം, അത് പാതാളം എന്നാണ് പറയുക. പാതാളം ആയിട്ടാണ് പാതാള ലോകം. ആ പാതാള ലോകത്തിലാണ് ഭഗവാന്റെ കാലടി ഉള്ളത് എന്നർത്ഥം. പിന്നെ പുറവടി എന്ന്, അതിൻ്റെ മുകൾ ഭാഗം, പാദത്തിൻ്റെ മുകൾ ഭാഗത്തിന് പുറവടി എന്നാണ് പറയുക. അത് രസാതലം എന്നാണ് പറയുന്നത്. രസാതലത്തിലാണ്. പിന്നെ ഞെരിയാണി എന്ന് പറയുന്ന ഭാഗം, അതിന് മുകളിലുള്ള ഭാഗം, അതിനെ മഹാതലം എന്ന ലോകത്തിലാണ്. കാൽ നെരിയാണിയാണ് ഈ പ്രത്യേകമായിട്ട് ഞെരിയാണി എന്ന് പറയുന്നത്, മഹാതലം. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ പാദ അടിഭാഗം എവിടെയാണ് നിൽക്കുന്നത് ഭഗവാന്റെ, അത് പാതാളത്തിലാണ് എന്നാണ്. അത് കഴിഞ്ഞതിൻ്റെ മുകളിൽ, പാദത്തിൻ്റെ മുകൾ ഭാഗത്ത് ഏതാണ് ലോകം എന്ന് പറയുന്നു, അത് രസാതലം എന്ന് പറയുന്ന ലോകമാണ്. പിന്നെ മഹാതലത്തിലാണ് അതിന് മുകളിലുള്ള ഭാഗം. അപ്പോൾ മനുഷ്യ ശരീരവും ദേവശരീരവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് പറയും. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുമ്പോൾ ആ മനുഷ്യനും ദൈവസ്വരൂപനാണ്. അതാണ് നമ്മളെപ്പോഴും നമസ്തേ എന്ന് പറയും. അവിടെ അതിന് വ്യത്യാസമില്ല. ഏത് രാജ്യത്തിൽ ജീവിച്ചോട്ടെ, ഏത് ഭൂഖണ്ഡത്തിൽ ജീവിച്ചോട്ടെ, ഏത് മതത്തിൽപ്പെട്ടോട്ടെ, ഏത് ലിംഗത്തിൽപ്പെട്ടോട്ടെ, ഒരേ കുടുംബം അല്ലെങ്കിൽ ഒരേ ശരീരം തന്നെയാണ്. കുടുംബത്തിൽ പിറന്നു എന്ന നിലയ്ക്ക് ഒരേ കുടുംബ അംഗം എന്ന പോലെ തന്നെ, അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ ഭൂമി അല്ലെങ്കിൽ ലോകമാകുന്ന കുടുംബത്തിലെ അംഗങ്ങളാണ്. അത്രയും വിശാലമായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് ഇവിടെ നമ്മുടെ മേൽപ്പത്തൂർ ഊന്നിപ്പറയുകയാണ് ചെയ്തത്. ഇനി അടുത്തത് ഏതൊക്കെയാണ്? അംഗചക്രപാണേ തവ ജംഘേ തലാതലം ജാനുസുതലം ചക്രപാണിയായ ഗുരുവായൂരപ്പ, അങ്ങയുടെ 2 കണങ്കാലുകൾ തലാതലമെന്നും കാൽമുട്ടുകൾ സുതലമെന്നും കിഞ്ച ഊരുയുഗളം വിതലാതലേ ദൂ ജഗനം ക്ഷോണിതലം, 2 തുടകൾ വിതലവും അതലവുമാണെന്നും അരക്കെട്ട് ഭൂലോകമെന്നും നാഭി അമ്പരം വക്ഷ ശക്രനിലയജ, പൊക്കിൾ ഭാഗം അന്തരീക്ഷ ലോകമെന്നും മാറിടം ഇന്ദ്രലോകം, അതായത് സ്വർഗലോകമെന്നും പറയും. ഇനി അടുത്ത ഓരോ ലോകത്തിൽ ഭഗവാന്റെ അവയവം എവിടെയൊക്കെയാണ്?
ഭഗവാന്റെ 2 കണങ്കാലുകൾ, പാദത്തിന് മീതിയുള്ള കണങ്കാലുകൾ, കാൽമുട്ടുകൾ, 2 തുടകൾ, അരക്കെട്ട്, പൊക്കിൾ ഭാഗം, മാറിടം എന്നിവ യഥാക്രമം തലാതലം. കണങ്കാലുകൾ തലാതലത്തിലാണ്, കാൽമുട്ടുകൾ സുതലത്തിലാണ്, 2 തുടകൾ വിതലത്തിലാണ്, അരക്കെട്ട് അതലത്തിലാണ്. അങ്ങനെ ഭൂലോകം, അന്തരീക്ഷലോകം, സ്വർഗലോകം എന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഭഗവാന്റെ ഈ പൊക്കിൾ ഭാഗം അന്തരീക്ഷലോകം എന്ന് പറയുന്നു, മാറിടം സ്വർഗലോകം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഭഗവാന്റെ ഈ ഓരോ അവയവങ്ങളും മേൽക്കുമേലെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ അരക്കെട്ട് എന്ന് പറയുന്ന ഭാഗം, അത് ആണ് ഭൂലോകം എന്ന് പറയും. ഭഗവാന്റെ വിരാട് സ്വരൂപനായ ഭഗവാന്റെ അരക്കെട്ടാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂലോകം. വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ എന്നർത്ഥം. അരക്കെട്ടിലാണല്ലോ കുണ്ടലിനി ശക്തിയൊക്കെ ഉള്ളത്, മൂലാധാരം അവിടെയല്ലേ ഉള്ളത്. അതിനൊരു പ്രത്യേകതയുണ്ട്. അരക്കെട്ടിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഉറച്ച അരക്കെട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അരക്കെട്ടിൻ്റെ മേൽഭാഗത്തെ നിലനിർത്താനും അരക്കെട്ടിൻ്റെ താഴെയുള്ള തുടകളും കാലുകളും ഊന്നി നിൽക്കാനും സാധിക്കുന്നത്. അരക്കെട്ട് തളർന്നു പോയാൽ പിന്നെ തീർന്നു, പിന്നെ കീഴ്ഭാഗവുമില്ല മേൽഭാഗവുമില്ല. ആ ഏത് സമയവും ഒരു ഇരുന്ന പൊസിഷനിൽ പിന്നെയാവുമെന്നർത്ഥം. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട അവയവം എന്ന് പറയുന്നത് നമ്മുടെ അരക്കെട്ടാണ്. അത് വിരാട് സ്വരൂപൻ്റെ ഈ അരക്കെട്ട് ഭാഗത്തെയാണ് കാണിക്കുന്നത്. അത് ഭൂമി ലോകം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ ധ്യാനിക്കുമ്പോഴൊക്കെ ആ രൂപങ്ങൾ മനസ്സിൽ വരണം. ഇന്ന ലോകത്തെ പ്രദാനം ചെയ്യുന്നുള്ളത്. പിന്നെ തവാഗ്രീവാ മഹാമുഖം ജജന ഭാലം തു തപഃ സമസ്തമയസ്യ തപശിരഃ സത്യം. അങ്ങയുടെ കഴുത്ത് മഹർലോകവും, മുഖം ജനലോകവും, നെറ്റിത്തടം തപോലോകവും, സർവസ്വരൂപനായ അങ്ങയുടെ ശിരസ് സത്യലോകവുമാകുന്നു. അപ്പോൾ അങ്ങനെ 14 ലോകത്തിൽ അവയവങ്ങൾ സന്നിവേശിച്ചിരിക്കുന്നതർത്ഥം. കഴുത്താണ് മഹർലോകം, മുഖം എന്ന് പറയുന്നത് ജനലോകം, അതിന് മീതിയുള്ള ലോകം, നെറ്റിത്തടം തപോലോകം, സർവസ്വരൂപനായ ഭഗവാന്റെ ശിരസ് സത്യലോകവുമാണ്. ശിരസ് സത്യലോകത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊക്കെ സത്യം പറയണം എന്ന് പറയുന്നത്. വിരാട് സ്വരൂപൻ്റെ ആ മുഖം നിൽക്കുന്നത് സത്യലോകത്തിലാണ്. അപ്പോൾ സത്യവും വദ എന്ന തത്വം അങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ അവയവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഭഗവാന്റെ ശരീരത്തെ വർണ്ണിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. മുഖം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചോളം ഭഗവാന്റെ ആ മുഖം തന്നെയാണ് നമ്മൾ മുഖവും പ്രതിദാനം ചെയ്തത്. അത് സത്യലോകത്താണ് എന്നുള്ളത്. പാദം പാതാളത്തിലാണ് എന്ന് നമ്മൾ പറയാം. പിന്നെ ശ്ലോകം 4. വിശ്വകന്ത ഈശ്വരാത്വത് ബ്രഹ്മരന്ധ്രപദം ചന്താംസി. പ്രപഞ്ചത്തിൻ്റെ കാരണവും നേതാവുമായ ഗുരുവായൂരപ്പ, അങ്ങയുടെ സൂക്ഷ്മ ശരീരത്തിലെ ബ്രഹ്മരന്ധ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്ത് ശിരസ്സിൻ്റെ മധ്യത്തിൽ നടത്തും. ആ ബ്രഹ്മരന്ധ്രസ്ഥാനം വേദങ്ങളാകുന്നു. കേശവ തവ കേശപാശഘനാഹ. കേശവ ഭഗവാനെ, അങ്ങയുടെ കേശഭാരം തലമുടി മേഘങ്ങളാകുന്നു. ഉല്ലാസിച്ചില്ലിയുഗളം ദൃഹിണസ്യ ഗേഹം. അങ്ങയുടെ ശോഭിക്കുന്ന പുരികക്കൊടികൾ ബ്രഹ്മാവിൻ്റെ ഗൃഹവും. പഷ്മാണി രാത്രവും ദിവസവും, കൺപീലികൾ രാപ്പകലുകളും. നേത്രേ സവിതാജ, കണ്ണുകൾ സൂര്യനുമാകുന്നു. ഭഗവാന്റെ മറ്റ് പദാർത്ഥങ്ങളുമായിട്ടുള്ള ബന്ധം പറയുന്നു. ഭഗവാന്റെ മൂർധാവ് ഇത് തന്നെ. അവിടെ ചെറുതായിട്ട് നമ്മളെ സ്പർശിച്ചാൽ അവിടെ ഇങ്ങനെ ചലിക്കുന്ന പോലെ തോന്നും. അതിനെ ബ്രഹ്മരന്ധ്രം എന്നാണ് പറയുന്നത്. അത് വേദങ്ങളാകുന്നു. അതാണ് ഇതൊക്കെ ജൈവിക സമിതി ഭാഗമൊക്കെ നമ്മൾ തൊടുന്നത്.
യോഗശാസ്ത്രത്തിൽ മൂർധാവിനെ ബ്രഹ്മരന്ധ്രം എന്ന് പറയുന്നു. യോഗികൾ പ്രാണനെ ബ്രഹ്മരന്ധ്രം വഴിയാണ് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത്. യോഗസിദ്ധി നേടിയ യോഗിമാർ അതുപോലുള്ള മഹാത്മാക്കളൊക്കെ അവരുടെ പ്രാണനെ ഈ മൂർധാവിലൂടെയാണ് പുറത്തേക്ക് വരുന്നത്. ഭഗവാന്റെ സമൃദ്ധമായ കേശഭാരം, മേഘങ്ങളും, ഈ കാണുന്ന മേഘം മുഴുവനും ഭഗവാന്റെ തലമുടിയായിട്ടാണ് പറയുന്നത്. അത് പരമശിവനെ പറയും വ്യോമകേശൻ എന്ന് പറയാറുണ്ട്. വ്യോമം എന്ന് പറഞ്ഞാൽ ആകാശമാണ്, അത്രയും വ്യാപിച്ചിരിക്കുന്നു വഴി. പിന്നെ മേഘങ്ങളും പുരികക്കൊടികൾ, ദിനരാത്രങ്ങളും, നമ്മുടെ പുരികങ്ങൾ രാത്രിയും പകലുമാണ്. കണ്ണ് സൂര്യനാകുന്നു, സൂര്യൻ്റെ. പിന്നെ ശ്ലോകം 5, ഭഗവൻ തവ കടാക്ഷമോക്ഷ നിശേഷ വിശ്വരചനാച. ഗുരുവായൂരപ്പ, അങ്ങയുടെ ലീലാകടാക്ഷങ്ങളെല്ലാം ലോകത്തിൻ്റെയും സൃഷ്ടിയാകുന്നു. കർണോ ദിശ, ചെവികൾ ദിക്കുകളും, ദ്വേ നാസികേ അശ്വയുഗളം, 2 നാസാദ്വാരങ്ങൾ അശ്വിനി ദേവകളും, അധരോത്തരോഷോ ലോഭത്രവേ ച, മീതേയും താഴെയുമുള്ള ചുണ്ടുകൾ യഥാക്രമം ലോഭവും, ആഗ്രഹം, ലജ്ജയും, 2 ചുണ്ടുകൾ, അങ്ങനെ അതിനെ ആ ഒരു പ്രതീകമായിട്ടാണ് പറയുന്നത്. ലോഭവും, ദശനാഹ താരാഗണാഹ ച ദംഷ്ട്ര ശമനഹ ച, പല്ലുകൾ നക്ഷത്രക്കൂട്ടവും ദംഷ്ട്രയുമാകുന്നു. അങ്ങനെ ഭഗവാന്റെ രൂപങ്ങൾ. ഭഗവാന്റെ ലീലാകടാക്ഷങ്ങൾ പ്രപഞ്ച സൃഷ്ടിയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചം എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ ശാസ്ത്രജ്ഞന്മാർക്കൊന്നും ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ നമ്മുടെ മഹാത്മാക്കളായ ഋഷീശ്വരൻ പറയുന്നത് ഭഗവാന്റെ ലീലാകടാക്ഷം, അതാണ് ഭഗവാന്റെ ലീല, ആ കളി. അതെങ്ങനെയാണോ അതുപോലെയാണ് ഈ പ്രപഞ്ചം നടക്കുക. മറ്റാർക്കും അതിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ് ലീലാകടാക്ഷം. ഭഗവാന്റെ ചെവികളാണ് ദിക്കുകളായിട്ട് പറയുന്നത്. മൂക്കിൻ്റെ 2 ദ്വാരങ്ങൾ അശ്വിനി ദേവകളാണ്. മേൽചുണ്ട് ആഗ്രഹത്തെയാണ്, ചുണ്ട്, മേൽഭാഗമുള്ള ചുണ്ട് ആഗ്രഹത്തെയും കീഴ്ചുണ്ട് ലജ്ജയെയും, പല്ലുകൾ നക്ഷത്ര സമൂഹത്തെയും, ദംഷ്ട്ര വായുടെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട് കവിളിൻ്റെ 2 ഭാഗത്തേക്ക് ചേർന്ന് വളഞ്ഞു നിൽക്കുന്ന പല്ലുകൾ യമനുമാകുന്നു. ഇപ്പോൾ ചില രൂപങ്ങൾ, ദേവതാരൂപങ്ങൾ, തെയ്യം ഒക്കെ വരുമ്പോൾ ഇവിടെ ദംഷ്ട്രയുണ്ടാവും. അത് യമൻ എന്നാണ് പറയുന്നത്. സംഹാരമൂർത്തിയുടെ കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണല്ലോ യമൻ. അപ്പോൾ അങ്ങനെ ആ രൂപം നമ്മൾ പറയുന്നു. പിന്നെ 6ാമത്തെ ശ്ലോകം, ഈശതവ വിലാസഹിതം മായ. ഗുരുവായൂരപ്പ, അങ്ങയുടെ പുഞ്ചിരി മായയും, സ്വസിതം സമീര ജിഹ്വാജലം വചനം ശകുന്തഭക്തിയും, ശ്വാസോച്ഛ്വാസം കാറ്റും, നാവ് വെള്ളവും, വാക്ക് പക്ഷിഗണങ്ങളും, സ്വരഗണാഹ സിദ്ധാദയാഹ മുഖരന്ധ്രം അഗ്നിഹി, സ്വരഗണങ്ങൾ സിദ്ധാദികളും, വായ അഗ്നിയും, ഭുജ ദേവാഹ സ്തനയുഗം കൈകൾ ദേവന്മാരും, 2 സ്തനങ്ങൾ ധർമ്മദേവനുമാകുന്നു. ഇനി മറ്റുള്ള അവയവങ്ങളെ പറ്റി പറയുകയാണ്. ഭഗവാന്റെ പുഞ്ചിരി എന്ന് പറയുന്നത് മായയാണെന്ന് പറയാം. പുഞ്ചിരി, ആ ഭഗവാൻ മയക്കുന്ന ആ ഒരു ചിരിയുണ്ട്, അതാണ് പുഞ്ചിരി എന്ന് പറയുന്നത്, അത് മായയാണ്. ശ്വാസോച്ഛ്വാസം കാറ്റും, ശ്വാസം ഉള്ളോട്ട് പോകുന്നു വരുന്നു, അത് വായുവാണ്. നാവ് വെള്ളവും, ജലത്തിൻ്റെയൊക്കെ രുചി ഇതൊക്കെ അറിയുന്നത് നമ്മുടെ നാവിലാണല്ലോ, അപ്പോൾ അത് വെള്ളം, ജലാംശമുള്ളതാണ്. വാക്ക് പക്ഷിഗണങ്ങളും, വാക്കുകൾ വേഗം പുറത്തേക്ക് പോകുമല്ലോ, അതാണ് പക്ഷിഗണങ്ങളും. സ്വരഗണങ്ങൾ സിദ്ധാദികളും, വായ അഗ്നിയും, അതാണ് ആ വായയിൽ കൂടിയാണ് നമ്മുടെ പറയുന്ന വാക്കുകൾ വരുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം അത് അഗ്നിയാണ് എന്നാണ്. കൈകൾ ദേവന്മാരും, 2 മുലകൾ ധർമ്മദേവനുമാകും. ആ 2 ഭാഗത്തുള്ള മുലകൾ ധർമ്മദേവനാകും. ധർമ്മത്തെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ശ്ലോകം 7, അംബുജാക്ഷാ ദേവ പൃഷ്ടം തു അധർമ്മ. അംബുജാക്ഷനായ ഭഗവാനെ, അങ്ങയുടെ പൃഷ്ഠം, പിൻഭാഗം അധർമ്മമാകുന്നു.
ഇഹ മനഃ സുധാംശു ഹൃദയാംബുജം അവ്യക്തമേവ. അങ്ങയുടെ ശരീരത്തിൽ മനസ്സ് ചന്ദ്രനും. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണെന്ന് ജ്യോതിഷത്തിൽ പറയുമല്ലോ. ഇതിൽ നിന്നാണത് നമുക്ക് ലഭിക്കുന്നത്. മനസ്സ് ചന്ദ്രനും. ത്രിഗുണ സാമ്യാവസ്ഥയുടെ ഹൃദയം അവ്യക്തവുമാകുന്നു. 3 ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതായ നമ്മുടെ ഹൃദയം അവ്യക്തമാകുന്നു എന്നാണ്. ആ മായ ഉള്ള ആ ഒരു പ്രത്യേകതയാണ്. പിന്നെ കുക്ഷി സമുദ്രവിവാഹ, ഉദരം വയർ സമുദ്രങ്ങളും, വസ്ത്രം സന്ധ്യയെ വസ്ത്രം 2 സന്ധ്യകളും, പ്രഭാതസന്ധ്യ സായം സന്ധ്യ. ശേഫ പ്രജാപതി, ലിംഗം പ്രജാപതിയും അതായത് ബ്രഹ്മാവും. വൃഷണവും അസൗ മിത്രജ, വൃഷണങ്ങൾ മിത്രദേവനും ആകുന്നു. പിന്നീട് അടുത്ത ആ ശ്ലോകത്തിൽ കൂടി പറയുന്നത് തേ ശ്രോണിസ്ഥല മൃഗഗണാഹ, അങ്ങയുടെ അരക്കെട്ട് മൃഗസമൂഹങ്ങളും, പതയോ നഖാഹ ഹസ്തുഷ്ട സൈന്ധവാമുഖ, കാൽനഖങ്ങൾ ആന ഒട്ടകം കുതിര മുതലായവയും, ഗമനം തു കാലഹ, സഞ്ചാരം കാലവുമാകുന്നു. കരുണാംബുദേ തേ വദനാബ്ജ ബാഹുചാരു യുഗ്മ ചരണം വിപ്രാതി വർണ്ണഭവനം. കാരുണ്യനിധിയായ ഗുരുവായൂരപ്പ, അങ്ങയുടെ മുഖവും കൈകളും തുടകളും പാദങ്ങളും 4 വർണ്ണങ്ങളുടെയും ഉത്ഭവ സ്ഥാനമാകുന്നു. നമ്മുടെ ഈ അരക്കെട്ട് മൃഗസമൂഹം, അതാണ് മൃഗീയത എന്നൊക്കെ നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് ആ സംഭവം കൊണ്ട്. അങ്ങനെ ഭഗവാന്റെ ആ അവയവങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള രൂപങ്ങൾ നമ്മൾ സങ്കല്പിക്കണം എന്നർത്ഥം. പിന്നെ 9-ാമത്തത് അയി ചക്രധരാതേ ക്രിയാഹ സംസാരചക്രം. ചക്രപാണെ സംസാരചക്രത്തെ പ്രവർത്തിപ്പിക്കുക എന്നതാണ് അങ്ങയുടെ വ്യാപാരം. വീര്യം മഹാസുരഗണ അസ്ഥികുലാനി ശൈല, അങ്ങയുടെ വീര്യം പ്രബലമായ അസുരഗണവും അസ്ഥികൾ പർവ്വതങ്ങളും, നാഢ്യ സരിൽ സമുദയ രോമ തരവാച, നാഡികൾ പുഴകളും രോമം മരങ്ങളും ആകുന്നു. ഈശ അനിർവചനീയം ഇതം വപു ജിയാത്, ജഗദീശ്വര അങ്ങയുടെ വിശ്വരൂപം, ഈ വിരാട് സ്വരൂപം എങ്ങനെയാണ് വിവരിക്കുവാൻ എന്നുള്ളത് വളരെ പ്രയാസമാണ്. അങ്ങയുടെ വിശ്വരൂപം സർവശ്രേഷ്ഠതയോടെ വിജയിക്കട്ടെ. ഇതിൽ വേറെ വിസ്തരിക്കാനില്ല, അതുകൊണ്ടാണ് വേഗം വായിച്ചു പോകുന്നത്. ഇനി അവസാനത്തെ 10-ാമത്തെ ശ്ലോകം, അതോടുകൂടി ഈ ദശകവും അവസാനിക്കുകയാണ്. 6-ാമത്തേത് ഈ ദൃക് തവ ജഗന്മയ വപു കർമ്മഭാജാം കർമാവസാന സമയേ സ്മരണീയമാകൂ. വിശദീകരിക്കപ്പെട്ട അങ്ങയുടെ വിരാട് സ്വരൂപം കർമ്മത്തെ ആശ്രയിക്കുന്നവർ കർമാചരണത്തിൻ്റെ സമാപനത്തിൽ ധ്യാനിക്കേണ്ടതാണ് എന്ന് പറയുന്നു. ഹേ വാതാലയാധിപ തസ്യ അന്തരാത്മാ വപുഷേ വിമലാത്മനേ തേ നമ അസ്തു. ഗുരുവായൂരപ്പ, ആ വിരാട് ശരീരത്തിൽ അന്തര്യാമിയായിരിക്കുന്ന പരിശുദ്ധനായ അങ്ങയ്ക്ക് നമസ്കാരം. രോഗാൻ നിരുദ്ധി, അങ്ങൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കണമേ. അങ്ങയുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ഓരോ അവയവങ്ങളും എനിക്ക് ബോധ്യമുണ്ട്. അതെപ്പോഴും ഓർമ്മയിൽ വരാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നത്. നമസ്തേ.